Talk of the town. ഈ രാജ്യം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ നാട്ടിൽ വന്നിറങ്ങിയ ഒരാളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അന്ന് ഈ നാടിനെ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ട്രൂഷ്യൽ സ്റ്റേറ്റ്സിൽ വന്നിറങ്ങിയ ഒരു മലയാളി. അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ $2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർദാന എന്ന് പറഞ്ഞൊരു ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഷിപ്പിൽ വന്നിറങ്ങിയ ഒരുപാട് പേരിൽ ഒരാൾ ഇന്ന് എന്റെ കൂടെ ഉണ്ട്. ആൻഡ് ഹി ഈസ് റൈറ്റ് നൗ 70 years old, still looking young, energetic, charming, very handsome. Good morning, sir. Good morning. Thank you for the compliments. എത്ര 46 വർഷം? 46 വർഷമായി. ഞാൻ യഥാർത്ഥത്തിൽ ചാവക്കാട് സ്വദേശിയാണ്. ചാവക്കാട് എന്നറിയപ്പെടുന്നത് മിനി ഗൾഫ് എന്നാണ്. ശരി. അതെ, അന്ന് മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന. അപ്പോൾ എല്ലാവരെ പോലെ എനിക്കും ആഗ്രഹമുണ്ടായി ഗൾഫിലേക്ക് വരണമെന്ന്. അങ്ങനെ എൻ്റെ ഫാദർ പറയുന്നു, അങ്ങനെ ഒരു വിസ അയക്കുന്നു. വിസ ട്രൂഷ്യൽ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ വിസയാണ്. വിസ വന്നു കഴിഞ്ഞാൽ മദ്രാസിൽ പോയിട്ട് ബ്രിട്ടീഷ് കൗൺസിലേറ്റ് പോയിട്ട് വിസ അടിച്ചിട്ട് ആണ് വരുന്നത്. മദ്രാസിൽ ആദ്യം പോകണം. ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ചാവക്കാട് ആദ്യം മദ്രാസിൽ പോകണം. പോയി വിസ അടിച്ചു. അങ്ങനെ ബോംബെയിൽ വന്നു. ബോംബെ നിന്നാണ് ഈ സർദാന എന്ന് പറഞ്ഞ ഷിപ്പിൽ വരുന്നത്. സർദാന വലിയ ഷിപ്പാണ്. അങ്ങനെ വന്നു. ആ സമയത്ത് ശക്തിയായിട്ടുള്ള മഴ ബോംബെയിൽ ജൂലൈ മാസം. അപ്പോൾ ഈ എന്തോ ഒരു ശക്തിയായിട്ടുള്ള ചൂടുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്വാഗതം ചെയ്തത് ശക്തിയായിട്ടുള്ള മഴയാണ്. ആ മഴ കൊണ്ട് കയറി അങ്ങനെ വന്നു. കടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര റോളിങ്. ആ റോളിങ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും എല്ലാവർക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ടാണ് കപ്പൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതിലുള്ള ആളുകൾ മുഴുവൻ വല്ലാതെ ബുദ്ധിമുട്ടാണ്. പേടിയുണ്ടായിരുന്നോ? പേടിയൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഈ റോളിങ്ങും ഒരു പ്രത്യേക അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും. വന്നു നല്ല മഴ, അതൊക്കെ അനുഭവിച്ചു. അങ്ങനെ കുറച്ച് വന്നപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ചൂട് തുടങ്ങി. ഒമാൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്ക് ശക്തിയായിട്ടുള്ള ചൂട്. അപ്പോഴേക്ക് ആ ചൂട് കൂടുന്നതിനനുസരിച്ച് ദേഹത്തിലൊക്കെ ചുടുകുരു ഇങ്ങനെ പൊന്തി വന്നു. അങ്ങനെ ദുബൈയിൽ വന്ന് ഇറങ്ങുന്നത്, ദുബൈയിലെ ഇന്നത്തെ പോർട്ട്, പഴയ പോർട്ട് ഉണ്ടായിരുന്നതിൻ്റെ ഉൾക്കടലിലാണ് നങ്കൂരടുന്നത് ഷിപ്പ്. എന്നിട്ട് അവിടുന്ന് ബോട്ടിലാണ് കരയ്ക്ക് ആളെ കൊണ്ടുവരുന്നത്. ശരി. അങ്ങനെ വന്നിട്ട് ഞാൻ നേരിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കൂട്ടി എന്നെ ഷാർജയ്ക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ഷാർജയിലെത്തുന്നത്. ഷാർജയിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് നല്ലൊരു ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഷാർജയിൽ വന്നാലേ കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. കാരണം മറ്റെവിടെ പോയാലും മനസമാധാനം, സന്തോഷം കിട്ടില്ല. ഇപ്പോൾ ധാരാളം ആളുകൾ എന്നോട് ചോദിക്കും, ഈ ബിസിനസ്സിനൊക്കെ ഇവിടെ ആഗ്രഹിക്കുന്നവർ, ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലമുള്ള ആളുകൾ ആ ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നോട് അഭിപ്രായം ചോദിക്കാം. അപ്പോൾ ഞാൻ ആളുകളോട് പറയും, ലോകത്ത് ഏറ്റവും സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, യു മസ്റ്റ് കം ടു UAE. നോ വേർ ഇൻ ദ വേൾഡ് യു വിൽ ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് പീസ്ഫുൾ ലൈഫ്. അതൊന്ന്. രണ്ടാമത്, ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ളൊരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ UAE. മൂന്നാമത് ഞാൻ പറയാം, ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യുകയും നമ്മളുടെ ഫുൾ എഫേർട്ട് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൈ നിറച്ചും തരും എന്ന് ഉറപ്പുള്ളൊരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ യു കം ടു UAE. ഇത് മൂന്നുമാണ് ഞാൻ പറയാം. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സാധാരണ ബിസിനസ്സിന് വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നവരോട് പറയാം. അങ്ങനെ വരുന്ന ഒരാളുകളും നഷ്ടം വരുത്തി തിരിച്ചു പോയിട്ടില്ല. എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഷാൻ ചിലപ്പോൾ എന്നോട് ചോദിക്കും, ഇപ്പം ഷംസുദ്ദീൻ ഇവിടെ എന്ത് നേടിയെന്ന്. ഞാൻ ഒത്തിരി നേടിയിട്ടുണ്ട്. ഞാനിവിടെ വരുമ്പോൾ $2 ഉള്ളൂ. $2. സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സുഖസന്തോഷമായിട്ട് ജീവിക്കണം, എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരുന്നു. ആ ഗോളുകളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അന്നത്തെ ഗോളുകൾ? ഗോളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഫാമിലി ലൈഫ്. വിവാഹം കഴിക്കുന്നത് തന്നെ ഒരു ഗോളായിരുന്നു. സ്ത്രീയെ വാങ്ങിക്കാതെ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അതാണ് എൻ്റെ സമീയ, എൻ്റെ ഭാര്യ. ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു. ഒരു ഗോൾ. അതൊന്ന് സാധിച്ചു. എൻ്റെ 2 മക്കളുണ്ട്, അവരെ നന്നായി പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവർ പഠിച്ചു, അവർക്ക് നല്ല ജോലിയുണ്ട്, അതും സാധിച്ചു. പിന്നെ മറ്റുള്ള സൗകര്യങ്ങളെല്ലാം, ഞാൻ എന്ത് വാഹനം ഓടിക്കണം, എങ്ങനെയുള്ള വീട്ടിൽ താമസിക്കണം, ഇതെല്ലാം വ്യക്തമായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോന്നായിട്ട് സാധിച്ചു. Talk of the town. So ഞാൻ coming back to the question, UAE വന്ന് ഇറങ്ങിയ ദിവസത്തെ കഥകളാണ് എനിക്ക് അറിയേണ്ടത്. അന്ന് $2 വന്നു. അതുകൊണ്ട് are you successful എന്ന് ചോദിച്ചാൽ you are satisfied എന്ന് പറഞ്ഞു. I am very very satisfied as well as successful. മാത്രമല്ല, അന്ന് വന്ന സമയത്ത് അന്ന് 3-phase ഇലക്ട്രിസിറ്റി ഇല്ല. 3-phase ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ AC വെക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് AC ഇല്ല, ഫാൻ മാത്രമേ ഉള്ളൂ. ആ ഫാനിന്റെ കാറ്റ് കൊണ്ട് ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് എയർപോർട്ടിൽ വരുന്നതിന് എയർ കണ്ടീഷൻ കാറിലെത്തുന്നു, വീട്ടിലെത്തി കഴിഞ്ഞാൽ
AC-യും സൗകര്യങ്ങളും, പുറത്തിറങ്ങിയാൽ മുഴുവൻ AC, ഇങ്ങനെയുള്ള സൗകര്യങ്ങളാണ്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല നല്ല സമ്മറിലാണ് വരുന്നത്. ആ സമ്മറിൽ രാത്രി എല്ലാവരും ഉറങ്ങുന്നത് പഴയ ബിൽഡിങ്ങുകൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ പാരപ്പറ്റ് മുകളിൽ ആണ് കിടന്നുറങ്ങുക. അങ്ങനെ ഉറങ്ങുമ്പോൾ അതെ, ആ ടെറസിൽ കിടന്നുറങ്ങുമ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കോട്ടൺ ബെഡ്ഷീറ്റ് നനച്ച് ഒന്നിങ്ങനെ ഇത് ചെയ്തിട്ട് പിഴിഞ്ഞിട്ട് ദേഹത്തിലിടും. അപ്പൊ അത് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു തണവ് തോന്നും. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 ഫേസ് കണക്ഷൻ കിട്ടി. അങ്ങനെ AC കിട്ടുന്നു. അപ്പൊ അന്നൊക്കെ ഇവിടെയുള്ള പ്രവാസികളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നല്ലൊരു ജീവിതമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു ദുഃഖിച്ചിരിക്കുന്നത് കണ്ടാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ പറയും നാട്ടിലേക്ക് കുറച്ച് പൈസ അയക്കേണ്ടിരുന്നു, കയ്യിലിപ്പില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ആരെ കയ്യിലാണോ ഉള്ളത് അവൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അഡ്രസ്സ് തന്നേക്ക് ഞാൻ അയച്ചേക്കാം എന്ന് പറയും. കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴാണോ പൈസ വരുന്നത് ഉടനെ അദ്ദേഹത്തിന് കൊടുക്കും. യാതൊരു പ്രശ്നവുമില്ല. അതിനോടൊപ്പം തന്നെ ഇന്നൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പറയാ, നോക്കട്ടെ, ഞാൻ ഒരാളോട് ചോദിക്കട്ടെ, ഞാൻ ചിലപ്പോഴ് സംഘടിപ്പിച്ചു തരാം. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഇനി ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. UAE ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പാണ് സാർ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ UAE ഉണ്ടാവുന്നതിന് 1 വർഷം മുമ്പ്. UAE ഉണ്ടായപ്പോൾ എങ്ങനെയായിരുന്നു? UAE ഉണ്ടായപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഷാർജ ആയിരുന്നു പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന സ്ഥലം. കാരണം ഷാർജയിൽ അൽക്കാസ്മിയ എന്ന് പറഞ്ഞ ഏരിയയിൽ ഏകദേശം 5000-ഓളം ബ്രിട്ടീഷ് പേഴ്സണൽസ് ഉണ്ടായിരുന്നു. അതായത് റോയൽ എയർഫോഴ്സ് ഉണ്ടായിരുന്നു, റോയൽ ആർമി ഉണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അവര് 70 കൂടി അവർ പോവുകയും 71 ലാസ്റ്റോട് കൂടി ഈ പുതിയ നാടുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എല്ലാ കച്ചവടവും ഇതെല്ലാം ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കച്ചവടമായിരുന്നു. ഇപ്പൊ അബുദാബിക്ക് പോകാൻ നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങ് ഷാർജ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അബുദാബിയിൽ എത്തുമ്പോൾ 2 സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഒരു കാര്യം, ജബലലി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു എർത്ത് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പൊ അത് ഉൾഭാഗത്തായി പോയിരിക്കുന്നു. വലിയ ഡിഷ് ആന്റന കാണാം. ഒരു ഉയർന്ന സ്ഥലത്ത് ഡിഷ് ആന്റന, അത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതൊരു മൈൽ സ്റ്റോൺ ആണ്. പിന്നെ റോഡിന്റെ 2 സൈഡ്, റോഡ് എന്ന് പറയാൻ സാധിക്കില്ല, 2 സൈഡിലും ടയറുകൾ വെച്ചുകൊണ്ട് വഴി നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇത് കാണിച്ചു. സബ്ക ഇട്ടതാണ്, ടാർ ഇട്ടതല്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അബുദാബിയിൽ എത്തി കഴിഞ്ഞാൽ മുക്ത ബ്രിഡ്ജും അവിടെ ഇപ്പോഴുള്ള ആ ഒരു ടവറും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉള്ളത്. പിന്നെ 78-ലാണ് വേൾഡ് ട്രേഡ് സെന്റർ വരുന്നത്. ഷാർജയിൽ നിന്ന് റോള വിട്ട് കഴിഞ്ഞാൽ മദർക്കേറ്റ് റൗണ്ട് അബൌട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മദർക്കേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ സിംസിം എന്ന് പറഞ്ഞിട്ട് ഒരു ബഹ്റൈനിയുടെ ചെറിയ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ദുബൈയിൽ വന്നാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കും. കംപ്ലീറ്റ് വെള്ളം റോഡിന്റെ സൈഡിൽ ഇങ്ങനെ അടിക്കുമായിരുന്നു. ആ അടിക്കുന്ന സ്ഥലം എല്ലാം ഇപ്പോൾ അൽത്തമോൺ എന്നൊക്കെ പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അതെല്ലാം ഒരു കാലത്ത് വെള്ളമായിരുന്നു ഷാർജയിലെ. അങ്ങനെ വളർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു സ്ഥിതി. ഒന്ന് പറഞ്ഞു തരുമോ സാർ, ഇന്ന് കാണുന്ന പലതും അന്ന് എന്തായിരുന്നു, അപ്പോഴെന്തായിരുന്നു? ഇവിടെ ജബലലി പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഉദ്ദേശിച്ച സമയത്ത് എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അതാണ് ദുബൈയുടെ ടോട്ടൽ വളർച്ചയുടെ ഒരു പ്രധാന കണ്ണി. അതാണ് ആ സ്ഥലത്തു നിന്നാണ് വളർച്ച ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എനിക്ക് എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. അലൂമിനിയം ദുബാൽ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് പല കൺസൾട്ടന്റിനെ വിളിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇവിടെ ബോക്സ് റോ മെറ്റീരിയൽ ഇല്ല, ടെക്നിക്കൽ നോഹൗ ഇല്ല, മാർക്കറ്റ് ഇല്ല, അങ്ങനെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് എന്തിനത് ചെയ്യുന്നു. അപ്പോൾ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഒരു കൺസൾട്ടന്റിനെ വിളിച്ച് ഐ വാണ്ട് ദിസ് ഇൻ ദുബായ്. അപ്പോൾ വി ഹാവ് റോ മെറ്റീരിയൽ അറൗണ്ട് ഹൗസ്. നമ്മുടെ ചുറ്റുഭാഗത്തും റോ മെറ്റീരിയൽ ലഭ്യമാണ്. ടെക്നിക്കലായിട്ടുള്ള ആളുകൾ എത്ര വേണമെങ്കിലും നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ട്. പവർ ഭൂമിക്കടിയിലുണ്ട്. മാർക്കറ്റ്, വേൾഡ് ഈസ് മൈ മാർക്കറ്റ് എന്ന് ചെയ്യാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുക ചെയ്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം കമ്പനി ഒന്നായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ദുബൈ എയർപോർട്ട് തുടങ്ങുമ്പോൾ പഴയ എയർപോർട്ടിൽ നിന്ന് വളരെ ചെറുതായിരുന്നു. പക്ഷെ അന്നത്തെ ദീർഘവീക്ഷണം ഇല്ലാത്ത ദുബൈയിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാം. ഇവിടെ ഒരു മെട്രോ വന്നു, ഒരു ബിൽഡിങ്ങും പൊളിക്കേണ്ടി വന്നിട്ടില്ല. റോഡുകൾ വീതി കൂട്ടി, അതിനുവേണ്ടി ഒരു ബിൽഡിംഗ് പൊളിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ എയർപോർട്ട് ഇത്രയും നീളം, ഏകദേശം 6 കിലോമീറ്ററോളം നീളമുണ്ട്, ഒരു 4 കിലോമീറ്ററും വീതിയുണ്ട്. ഇത്രയും വലിയൊരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
talk of the town. UAE ഫോം ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന കാലഘട്ടം ഓർമ്മയുണ്ടോ സാർക്ക്? അത് ഓർമ്മയുണ്ട്. കാരണം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം അന്ന് എൻ്റെ സ്പോൺസർ തന്നെ അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങളോട് ഒരു സ്വന്തം മകനോട് പറയുന്നത് പോലെ അദ്ദേഹം എന്നോട് കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്നൊക്കെ അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും അബുദാബി എന്ന് പറഞ്ഞ മൂത്ത സഹോദരൻ ഈ നാടിന് വേണ്ടി ചെയ്ത സഹായങ്ങൾ നമ്മളും മറക്കില്ല. ഈ നാട്ടിൽ നമ്മൾ എക്സ്പാട്രിയേറ്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ ആരും മറക്കില്ല. അത്രമാത്രം സ്നേഹമസുരമായി അദ്ദേഹം എല്ലാ സഹോദര സ്റ്റേറ്റുകൾക്കും വേണ്ടി സഹായവും എല്ലാം നൽകിക്കൊണ്ടായിരുന്നു ഈ നാട്ടിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഭയങ്കര വല്ലാത്ത ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കറൻസി അല്ല പിന്നീടുണ്ടായ കറൻസി. അന്ന് ഉപയോഗിച്ചിരുന്ന പോലെ ആയിരുന്നില്ല, പണത്തിന് വില കൂടി എന്നൊക്കെ അങ്ങനത്തെ കുറെ. അല്ല, കറൻസി എന്ന് പറഞ്ഞാൽ 1966 വരെ ഇന്ത്യൻ കറൻസി ആയിരുന്നു. വ്യത്യസ്ത കളറുള്ള കറൻസി ഇവിടെ ഉപയോഗിച്ചിരുന്നത്. റെഡ് ഇന്ത്യൻ റുപ്പി. അതെ, വ്യത്യസ്ത കളറുകളായിരുന്നു. അന്നൊക്കെ ഇവിടുത്തെ പഴയ ആളുകളൊക്കെ ഇപ്പോഴും റുബി എന്നാണ് പറയുക. ദർഹത്തിന് പകരം റുബി എന്ന് പറയും. അതുപോലെ ആട്ടണ, ചാരണ എന്നൊക്കെ പറയും. ആട്ടണ എന്ന് പറഞ്ഞാൽ 50 ഫിൽസ്, ചാരണ എന്ന് പറഞ്ഞാൽ 25 ഫിൽസ്, അങ്ങനെയൊക്കെ പറയും. അത് ഇന്ത്യയും UAEയും തമ്മിൽ ഒരു വളരെ ആത്മബന്ധം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇവിടുത്തെ ലോക്കൽസിൻ്റെ എണ്ണം കുറവാണ്. അവരൊക്കെ ഇപ്പോൾ ഷാർജയിലൊക്കെ ഉള്ള വീടുകൾ, ഇപ്പോൾ ഹെറിറ്റേജ് ഏരിയയിലാണ് എല്ലാവരും താമസിച്ചിരുന്നത്. എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരു ബെഞ്ചുണ്ടാവും. തലമൂത്ത ആൾ അവിടെ ഉണ്ടായിരിക്കും. ഇതും ഡേറ്റ്സും സുലൈമാനിയോ അല്ലെങ്കിൽ ഗഹുവായിട്ട് അവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഗവയും ഡേറ്റ്സും ഒക്കെ തന്ന് അങ്ങനെയുള്ളൊരു വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണ് അന്നുണ്ടായിരുന്നത്. എല്ലാവരും തമ്മിൽ, മനുഷ്യരെ എല്ലാവരും പരസ്പരം നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നു വന്നു. ഇന്ന് നമ്മൾ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇവിടെ ഇപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമല്ലേ. നമ്മളുടെ ഓണം, വിഷു, ക്രിസ്മസ്, ഈദ്, അതുപോലെ ഓരോ നാട്ടുകാരുടേതും എല്ലാം അവരുടേതായ രൂപത്തിൽ വേണ്ടതുപോലെ ആഘോഷിക്കാനും അതിനൊക്കെ നമുക്ക് അവസരം കിട്ടില്ലേ. അത് വലിയൊരു ഭാഗം തന്നെയാണ്. ഈ 46 വർഷത്തിന്റെ ഈ ലോങ് ജേർണിയുടെ അകത്ത് പ്രതീക്ഷിക്കാതെ അത്ഭുതം വരിക എന്ന് പറയില്ലേ. കാരണം അന്ന് ഇവിടെ എത്ര പോലെ മീഡിയ സ്ട്രോങ് അല്ല, അന്ന് പത്രം വായിക്കാൻ അറിയില്ല, നമുക്ക് അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല, നമുക്കറിയില്ല ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, പക്ഷെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ? എന്തായിരുന്നു? ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം റോയിറ്റേഴ്സ് ബുള്ളറ്റിൻ ആണ്. ഇതുണ്ട്, ടെലിപ്രിന്ററിൽ വരുന്ന ന്യൂസ്. ആ ന്യൂസ് ഈ പറഞ്ഞതുപോലെ സൈക്ലോസ്റ്റൈൽ ചെയ്തിട്ട് സ്റ്റാപ്പിൾ ചെയ്തിട്ട് അതിങ്ങനെ കൊടുക്കും. അതായിരുന്നു ഇവിടുത്തെ ആദ്യ ന്യൂസ് പേപ്പർ. പിന്നീടാണ് മറ്റുള്ള ന്യൂസ് പേപ്പറുകളെല്ലാം വന്നത്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? പിന്നെ അതിലാണ് ലോക വാർത്തകൾ അറിയുന്നത്. ഇംഗ്ലീഷ് ന്യൂസുകളൊന്നും കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ചാനൽ ദുബൈയിൽ തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് പ്രോഗ്രാമുകൾ വന്നു, ഇംഗ്ലീഷ് ന്യൂസുകൾ കേൾക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ വന്നു. പിന്നെ മറ്റുള്ള ന്യൂസ് പേപ്പേഴ്സ് വന്നു. ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ന്യൂസ് പേപ്പറും ഉണ്ട്. എല്ലാ TV ചാനലുകൾക്കും സംവിധാനമുണ്ട്, റേഡിയോയ്ക്കും സംവിധാനമുണ്ട്. ഇന്ന് ഫ്ലഡ് ഓഫ് ഇൻഫർമേഷൻ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊന്നില്ല. നിരന്തരം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും അതിന് ഫലം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സർ, 46 വർഷം കൊണ്ട് UAEയിൽ നിന്ന് എന്താണ് സാർ പഠിച്ചത്? അന്ന് വരുമ്പോൾ കമ്പ്യൂട്ടറില്ല, ഫോണില്ല, TV ഇല്ല. പിന്നീടാണ് ഫോട്ടോഗ്രാഫ് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നീട് കളർ ഫോട്ടോ വന്നു, ക്യാമറ വന്നു, TV വന്നു, റേഡിയോ വന്നു, പത്രം കാണാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വാട്ട്സ് യുവർ ഫീലിംഗ്? എല്ലാ ഇന്നോവേഷനും ആദ്യം അനുഭവിക്കാൻ ഇവിടെ ആയതുകൊണ്ട് സാധിച്ചു. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് എന്തൊക്കെ ലോകത്തിലുണ്ടായോ അതെല്ലാം ആദ്യം അനുഭവിക്കാൻ സാധിച്ചത് ഈ പുണ്യനാട്ടിലായതുകൊണ്ടാണ്. വെരി ട്രൂ അല്ലേ? അതെ, ഞാനത് ഇന്ത്യയിലായിരുന്നെങ്കിൽ എനിക്കത് സാധിക്കുമായിരുന്നില്ല. ഇപ്പോഴ് കാലം മാറിയിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയിലെ ലോകത്തിൽ എന്ത് നടക്കുന്നെങ്കിലും അത് ചെയ്യാം, അനുഭവിക്കുന്നു. പക്ഷേ TV, VCR ഇതൊക്കെ ആദ്യം അതെ ഇവിടുന്നാണ് അനുഭവിക്കാൻ സാധിച്ചത്. ഒരു കാലം ഉണ്ടായിരുന്നു, അതായത് നൈൽ കട്ടർ മുതൽ എല്ലാം ഇന്ത്യയിലേക്ക് ഇവിടുന്ന് കയറ്റി കൊണ്ടുവരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അവസ്ഥ നമ്മൾ മാറിയിട്ട് കറിപ്പത്തി മുതൽ, അതായത് കറിവേപ്പില മുതൽ ടർബൈൻസ്, ഹെവി ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഹ്യൂജ് ടർബൈൻസ് വരെ നമ്മൾ ഈ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരു സമയത്ത് $100 ബില്യൺ ക്രയവിക്രയം നടക്കുന്നിടത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ വളർച്ച എന്ന് പറഞ്ഞാൽ വലിയൊരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ
ഓരോ പൾസും ആ നഗരം വളരുന്ന ഓരോ ദിവസവും, അതെ, ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞ വലിയൊരു അനുഭവം തന്നെയാണ്. അതിൽ പങ്കാളിയാവാൻ സാധിക്കുക എന്ന് പറഞ്ഞ വലിയൊരു അനുഭവം തന്നെയാണ്. അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രായമുണ്ട് ഈ നാട്ടിൽ വന്നിറങ്ങിയ ഷംസുദ്ദീൻ എന്ന വ്യക്തിക്കും എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ചാരിതാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. ഞാൻ എപ്പോഴും ബീങ് എൻ ഇന്ത്യൻ ഐ എം വെരി പ്രൗഡ് ഓഫ്. ഞാനിവിടെ ജീവിക്കുമ്പോഴും ഇന്ത്യയിൽ ഓരോ സ്പന്ദനങ്ങളും അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേസമയത്ത് ഒരേ സമയത്ത് ഞാൻ സ്നേഹിക്കുന്ന ഇന്ത്യയെയും ഞാൻ ജീവിക്കുന്ന ഈ നാടിനെയും ഒരുപോലെ സ്നേഹിക്കുകയാണ്. അതേസമയത്ത് ഈ രണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഓരോ സമയത്തിലും ഓരോ ശ്വാസത്തിലും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ചാനലിനും അതുപോലെ തന്നെ എല്ലാ അഭിവൃദ്ധിയും വിജയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി സർ. With RJ Sean.